മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച പരീക്ഷണാത്മക സിനിമകളിൽ ഒന്നായി കണക്കാക്കുന്നതാണ് 2001 പുറത്തിറങ്ങിയ ജയരാജ് സംവിധാനം ചെയ്ത ശാന്തം. ജയരാജ് വിഭാവനം ചെയ്തിട്ടുള്ള നവരസ പരമ്പരയിലെ ആദ്യ ചിത്രമാണിത്. രാഷ്ട്രീയ ആക്രമണങ്ങളും അവ സൃഷ്ടിക്കുന്ന മുറിവുകളും പ്രമേയമാക്കിയ ചിത്രം 48ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള സ്വർണ്ണ കമൽ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ സംഘട്ടനങ്ങൾക്കിടയിൽ തൻ്റെ സുഹൃത്തിനെ തന്നെ കൊലപ്പെടുത്തിയ വേലായുധൻ എന്ന യുവാവിൻ്റെ കുറ്റബോധത്തിലൂടെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ കഴിയുന്ന വേലായുധനും തൻ്റെ മകനെ കൊന്നവരോടുള്ള അടങ്ങാത്ത പകയുമായി ജീവിക്കുന്ന നാരായണിയും തമ്മിൽ നടക്കുന്ന വൈകാരിക സംഘർഷങ്ങളാണ് ഈ സിനിമയുടെ കാതൽ. ഹിംസയിലൂടെയല്ല, മറിച്ച് ക്ഷമയിലൂടെയും പരസ്പര ധാരണയിലൂടെയുമാണ് മനസ്സിന് ശാന്തത കൈവരിക്കാൻ കഴിയുന്നത് എന്ന് സിനിമ കാട്ടിത്തരുന്നു. ഒരമ്മ തൻ്റെ മകനെ കൊന്നവനെ പോലും പിന്നീട് ചേർത്ത് പിടിക്കുന്ന അസാധാരണമായ വൈകാരിക പരിവർത്തനമാണ് ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ്. രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ മൂലം മക്കളെ നഷ്ടപ്പെടുന്ന അമ്മമാരുടെ ആത്മസംഘർഷങ്ങളെ ചിത്രം തീവ്രമായി അവതരിപ്പിക്കുന്നുണ്ട്. കൊലപാതകം നടത്തിയവന്റെ അമ്മയും കൊല്ലപ്പെട്ടവന്റെ അമ്മയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും അവരുടെ വൈകാരിക മാറ്റങ്ങളും സിനിമയുടെ കേന്ദ്രബിന്ദുവാണ്. പ്രതികാരത്തിന്റെയും ദേഷ്യത്തിന്റെയും അഗ്നി ഒടുവിൽ എങ്ങനെ ക്ഷമയിലൂടെയും സഹാനുഭൂതിയിലൂടെയും ശാന്തതയിലെത്തുന്നു എന്ന് സിനിമ കാണിച്ചു തരുന്നു. സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും വളരെ തന്മയത്വത്തോടെയാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നാരായണി എന്ന KPSC ലളിതയുടെ കഥാപാത്രം രാഷ്ട്രീയ സംഘർഷത്തിൽ മകനെ നഷ്ടപ്പെട്ട ഒരമ്മ. മകന്റെ വിയോഗവും അതിനെ തുടർന്നുള്ള പകയും കുറ്റബോധവും വളരെ തീവ്രമായി അവതരിപ്പിച്ചു. ഈ അഭിനയത്തിന് ലളിതയ്ക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് ആ സമയത്ത് ലഭിക്കുകയുണ്ടായി. വേലായുധൻ എന്ന പ്രധാന കഥാപാത്രം IM വിജയൻ എന്ന ഫുട്ബോൾ താരമാണ് ഇത് അവതരിപ്പിച്ചത്. തൻ്റെ സുഹൃത്തിനെ അബദ്ധത്തിൽ കൊലപ്പെടുത്തേണ്ടി വന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് അയാൾ. കുറ്റബോധത്താൽ നീറുന്ന ഇദ്ദേഹത്തിൻ്റെ വേഷം IM വിജയൻ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. കാർത്യായനി സീമ ബിശ്വാസാണ് ഇത് അഭിനയിച്ചത്. വേലായുധന്റെ അമ്മയാണ് അവർ. തൻ്റെ മകൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാനായി നാരായണിയുടെ അടുത്തേക്കെത്തുന്ന നിസ്സഹായതയായ മാതൃരൂപം. മറ്റ് പ്രധാന താരങ്ങൾ രാഘവന്റെ ഭാര്യയായ ലെന, കലാമണ്ഡലം ഗോപി, മാടമ്പ് കുഞ്ഞിക്കുട്ടൻ, MG ശശി, VK ശ്രീരാമൻ മുതലായവരാണ്. സംവിധായകനായ ജയരാജ് വളരെ ലാളിത്യത്തോടും എന്നാൽ അർത്ഥവത്തുമായ രീതിയിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. സാധാരണ സിനിമാ ശൈലികളിൽ നിന്ന് മാറി പ്രതീകാത്മകമായ ദൃശ്യങ്ങളിലൂടെയാണ് ജയരാജ് കഥ പറയുന്നത്. ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ മണപ്പുറത്തിന്റെ പശ്ചാത്തലം സിനിമയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. സിനിമയുടെ ക്ലൈമാക്സിൽ ചോര പുരണ്ട വാളിൽ വന്നിരിക്കുന്ന തുമ്പി ഒരു വലിയ സമാധാനത്തിന്റെ സന്ദേശമായി ജയരാജ് അവതരിപ്പിച്ചു. ശാന്തം എന്ന ഈ സിനിമയുടെ വൈകാരികത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ അതിലെ സംഗീതം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ചിത്രത്തിലെ പാട്ടുകൾക്ക് വരികൾ എഴുതിയതും സംഗീതം നൽകിയതും. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ വളരെ ലളിതവും എന്നാൽ അങ്ങേയറ്റം ദാർശനികവുമാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങളും മരണവും പ്രമേയമായ ചിത്രമായതുകൊണ്ട് തന്നെ നഷ്ടബോധം, കാത്തിരിപ്പ്, ശാന്തത എന്നിവയിലൂന്നിയാണ് പാട്ടുകൾ രചിച്ചിരിക്കുന്നത്. പ്രകൃതിയെയും മനുഷ്യബന്ധങ്ങളെയും കോർത്തിണക്കിയുള്ള വരികൾ സിനിമയുടെ ഗൗരവമേറിയ മൂഡിനോട് വളരെ ചേർന്ന് നിൽക്കുന്നു. ഇതിലെ പ്രധാനപ്പെട്ട ഗാനം എന്ന് പറയാവുന്നത് ആറ്റുനോറ്റുണ്ടായൊരുണ്ണി എന്ന് തുടങ്ങുന്നതാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നൊമ്പര ഗാനങ്ങളിൽ പെടുന്ന ഒന്നാണിത്. KJ യേശുദാസാണ് ഇത് പാടിയത്. മകനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ആത്മവേദനയാണ് ഈ ഗാനത്തിന്റെ ഇതിവൃത്തം. ഭാരതപ്പുഴയുടെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ഈ പാട്ട് ഈ സിനിമയുടെ തന്നെ ആത്മാവായി കണക്കാക്കപ്പെടുന്നു. അധികം സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കാതെ യേശുദാസിന്റെ ശബ്ദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ഈണമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കേണ്ട ഒന്നാണ് പശ്ചാത്തല സംഗീതം. സിനിമയുടെ നിശബ്ദതകളെ പോലും സംഗീതമാക്കാൻ കൈതപ്രത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാം. അനാവശ്യമായ ബഹളങ്ങളില്ലാതെ
കഥാപാത്രങ്ങളുടെ ഉള്ളിലെ സംഘർഷങ്ങൾ പ്രതിഫലിക്കുന്ന തരത്തിലുള്ള ലളിതമായ വാദ്യോപകരണങ്ങളാണ് പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സിനിമയ്ക്ക് ഒരു ക്ലാസിക് സ്വഭാവം തന്നെ നൽകുന്നുണ്ട്. രാഷ്ട്രീയ വൈരാഗ്യങ്ങളിൽ തളച്ചിടപ്പെട്ട ഒരു സമൂഹത്തിന് സമാധാനത്തിന്റെയും ക്ഷമയുടെയും വലിയൊരു പാഠമാണ് ശാന്തം എന്ന ഈ സിനിമ നൽകുന്നത്.